ഞാൻ കേട്ടിട്ട് വണ്ണാണ് ക്ലിയർ ചെയ്തത്. സൈലം ഗുരുവിൽ കൂടെയാണത് സാധിച്ചത്. കാരണം എൻ്റെ ഫ്രണ്ടാണ് ഈ സൈലം ഗുരു പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവൻ പറഞ്ഞു ഇങ്ങനെ സൈലത്തിൽ ഇങ്ങനെ കേട്ടറ്റിൻ്റെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ഇവിടേക്ക് വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇത് ക്രാഷ് കോഴ്സായിട്ട് ഓൺലൈനിലാണ് ചെയ്യുന്നത്, ഓഫ്ലൈൻ അല്ല. അപ്പോൾ അതെനിക്കൊരു എന്താ പറയുക, ഒരു മടി വന്ന പോലെയാണ്. കാരണം ഈ ഓഫ്ലൈൻ ആണെങ്കിൽ പിന്നെ ഞാൻ വന്ന് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ തീരെ ഈ ഫോണിൽ കൂടെ ആണല്ലോ. എന്തായാലും ഞാൻ ഫോണെടുത്ത് വേറെ എന്തെങ്കിലും കളിക്കാനോ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷെ എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന രീതിയിൽ തന്നെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അങ്ങനെ ക്ലാസ് ഫസ്റ്റൊക്കെ ഞാൻ കണ്ടു കുറച്ച് ക്ലാസ്സൊക്കെ കേട്ടു. അപ്പോൾ എനിക്ക് ചെറിയൊരു മടി തന്നിരുന്നു. അതായത് ഒരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഇങ്ങനെ ഓരോ ശൈലികളൊക്കെ ഇങ്ങനെ ഒരു മാറ്റം വന്നു പോലെ. അതായത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും, ഇപ്പോൾ രാജേശ്വരി മിസ് ആണെങ്കിലും എന്താ നമുക്കൊരു സിസ്റ്റർ അമ്മ എന്ന പോലെ തന്നെയാണ് സംസാരവും എല്ലാം. ഇപ്പോൾ മിസ്സ് ഇവിടെ ക്ലാസ് എടുക്കുന്നതിനും ഇവിടുത്തെ ഡ്യൂട്ടി ടൈമിനും പുറമെ തന്നെ വീട്ടിൽ ചെന്നിട്ട് വരെ ക്ലാസ് എടുത്ത് വരെ നമുക്ക് പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ്. അതായത് എനിക്കൊരു പേടിയുണ്ടായത്, കാരണം 29-നാണ് നമുക്ക് എക്സാം. ഇത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുമോ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. സൈക്കോളജി തന്നെയാണ് എനിക്ക് ഏറ്റവും ടഫുള്ളൊരു വിഷയം തന്നെ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ മിസ് നല്ല ക്ലാസ് എടുക്കുന്നുണ്ട്, മിസ്സിൻ്റെ വേറൊരു രീതിയിൽ തന്നെയാണ് ക്ലാസ്സൊക്കെ പോകുന്നത്. ഓരോ ടോപ്പിക്ക് ബേസ് തന്നെ അപ്പോൾ തന്നെ നമുക്ക് ക്ലാസ് കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ബുക്കിരുന്ന് വായിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ക്ലാസ്സിൽ തന്നെ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ സൈക്കോളജി തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കും കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്കിത് ക്ലാസ്സിൽ എടുക്കുന്ന അതേ നോട്ടുകൾ തന്നെ PDF ആയിട്ട് ഇവർ ഗ്രൂപ്പിൽ അയച്ചിരുന്നുണ്ട്. അത് നമുക്ക് ഇനിയിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ വേറെ ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടി പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ്സിൽ ചില ടൈമിൽ ഞാൻ അറ്റൻഡ് ചെയ്യലില്ല. കുറേ ക്ലാസ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഈ PDF നോക്കിയിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ആണ് ക്ലാസ് കേട്ടുകൊണ്ടിരുന്നതും പഠിച്ചുകൊണ്ടിരുന്നതും തന്നെ. ആ എക്സാമും ഇവരെ ആപ്പിൽ തന്നെ എക്സാമും നടത്തുന്നുണ്ട്. അതൊക്കെ കുറിച്ച് നമുക്ക് ഈ എക്സാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു ടോപ്പിക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ അന്നെടുത്തത് അതിൽ നിന്ന് വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസറും ഒരു പോളിംഗ് രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത് പറയേണ്ടത് തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തന്നെയാണ്. അതിൽ പാരിസ് സാറിൻ്റെ ഒരു തമാശ രീതിയിലുള്ള സംസാരവും ഭയങ്കര ആൾ ചൂടാകുമ്പോഴേക്കാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര നമ്മളെ കണ്ടുകൊണ്ടിരുന്ന് പോവും. ഈ ഇംഗ്ലീഷും മാത്സും ആണെങ്കിൽ ഈ സൈക്കോളജി കഴിഞ്ഞാൽ പിന്നെ ടഫ് വരുന്ന ഇതിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ എനിക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ പ്രാവശ്യം. അതിനൊക്കെ ഞാൻ ഫാരിസ് സാറിനോടും നന്ദി പറയുന്നുണ്ട്. സീന മിസ്സും ജെറിൻ സാറും ഇവർ രണ്ടും മാത്സിനാണ് നമുക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നിട്ട് തന്നെ അടുത്ത വേറെ ക്വസ്റ്റ്യൻസ് അതിലേക്ക് തന്നെ ആൻസർ എത്തുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തരലുണ്ട്. ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് പറഞ്ഞു തരലുണ്ട്. എല്ലാം കൊണ്ടും ഭയങ്കര എനിക്ക് കേട്ടിട്ട് വണ്ടി ഈ പ്രാവശ്യം കിട്ടൂല എന്നാണ് എൻ്റെ ഒരു ഇത്. എക്സാം എഴുതി കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ കിട്ടൂല അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ സൈലത്തിൽ വന്ന് ചേർന്നുകൊണ്ടും അവരുടെ ക്ലാസ്സൊക്കെ കിട്ടിയത് കൊണ്ട് കിട്ടിയൊരു ഉറപ്പുണ്ടായിരുന്നു.